എന്ന് തീരൂടാ ഇതിന്റെ പണിയൊക്കെ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ റോഡ് പണി ഉടനെ ഒന്നും തീരൂല. അവന്റെ സിനിമ ഡയലോഗ്. എടാ 3-ാം തീയതി സ്കൂൾ തുറക്കാൻ പോവാ, പിള്ളേരിനായി ഇവിടെ. പിള്ളേരെ കുറച്ച് സൂക്ഷിച്ചൊക്കെ നടന്നു വരണം. എടാ കുറച്ചൊന്നും സൂക്ഷിച്ചാ പോരാ. ഈ വഴുതക്കാട് പണി നടക്കുന്ന റോഡിന് ചുറ്റും എത്ര സ്കൂളുണ്ടെന്ന് നിനക്കറിയോ? കോട്ടൺ ഹിൽ ഗേൾസ്, LP UP, പിന്നെ കാർമൽ സ്കൂൾ. ഒരു സൈഡിലാണ് റോഡില്ല, നടപ്പാത പോലും ഇല്ല. 1/2 കിലോമീറ്റർ നീളത്തിൽ കുഴി. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വമ്പൻ ബ്ലോക്ക് ആയിരിക്കും ഈ ജംഗ്ഷനിൽ. എടാ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലേക്ക് പോണ വഴിയുടെ ഒരു അവസ്ഥ കണ്ടോ? കാഷ്ടം. ഈ സ്കൂളിലേക്കൊക്കെ വരാൻ വഴിയൊക്കെ ഉണ്ട്, കുറച്ച് കറങ്ങി വരണം. പക്ഷെ ഇതുവഴി വരുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. ഹോട്ടലിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്, അവർ എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് ശരിയായാലേ ഈ അല്ലെങ്കിൽ ട്രാഫിക്കാണ് ഇവിടെ സ്കൂൾ ഇത്. അപ്പോൾ ഈ റോഡ് കൂടെയൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സമയത്തിന് എത്തായവരെയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇതെന്തോ നേട്ടോ ഉഴുതു മറിച്ചിട്ടേക്കണ. എടാ ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നതാ, ഉച്ചുമാളിയമ്മ ക്ഷേത്ര റോഡ്, ശാസ്ത്ര ക്ഷേത്ര റോഡ്. ഇതിന് തൊട്ടടുത്തല്ലേ നമ്മുടെ ലാലേട്ടൻ പഠിച്ച മോഡൽ ബോയ്സ് സ്കൂള്, പിന്നെ ആർട്സ് കോളേജ്. ഇതിനല്ലാതെ എന്നാലും പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരാരും ഇതുവഴി വരാൻ നിൽക്കണ്ട, ചുറ്റി തിരിഞ്ഞു വന്നാൽ മതി. സ്ഥിരം സ്കൂൾ ബസ്സും ബാക്കി വണ്ടികളും ഒക്കെ പോകുന്ന വഴിയാണ്. അതുകൂടാതെ കുട്ടികൾ ഒത്തിരി നടന്നു പോകുന്നതാണ്. കോളേജുണ്ട്, സ്കൂളുകളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെങ്കിലും നടന്നു പോക്ക് നടക്കില്ല. ഇല്ല വലിയ പാടാ, വലിയ പ്രയാസം എടുത്തോണ്ട് പോകേണ്ടി വരും കൊച്ചുകുട്ടികളെയൊക്കെ ആകുമ്പോൾ. അനിയത്തി വീഴാൻ പോയി. ആ ഒരു കുഴിയിലാണ് വീണത്. അവിടെ ഒരു കുഴി വീണാൻ പോയി. അപ്പം അവളെ അച്ഛൻ കൈ പിടിച്ചു. അതുകൊണ്ട് ഭാഗ്യത്തിനുള്ളിൽ രക്ഷപ്പെട്ടു. ചേട്ടാ ഈ കിള്ളിപ്പാല അട്ടക്കുളങ്ങര റോഡിന്റെ ഒരു ഭാഗം ഫുള്ളില്ലല്ലേ? ഈ ചാല ഹൈസ്കൂളിലേക്ക് വരുന്ന പിള്ളേരെ വലിയ കഷ്ടപ്പെടുത്തി വരും. ആ കിടക്കുന്ന കിടപ്പുണ്ടോ നീ? മഴ പെയ്ത് വെള്ളം കൂടെ കയറി ഊപ്പാടായിരിക്കും. ഉറപ്പല്ലേ? ഈ ഒറ്റ വഴിയുള്ളൂ, അത്രയും ചെളിയാണ്. ചെളി കൂടെ കുട്ടികൾ നടക്കാൻ വേറെ ഒരു മാർഗമില്ല. ഇപ്പം അവിടെയും ബോയ്സ് സ്കൂളിലും അവിടെയും കിട്ടണം. ഫസ്റ്റ് വഞ്ചൂരിൽ നിന്ന് എന്തായാലും ഹോളി സ്കൂളിലേക്ക് പോകാൻ പറ്റൂല. ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ, കണ്ടിരി. ചേട്ടാ ഈ റോഡിലൂടെയൊക്കെ പിള്ളേർ എങ്ങനെ നടന്നു വരുമെന്തോ. എടാ ഇത്ര നേരം നമ്മൾ പോയ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു വഴി ഇല്ലെങ്കിൽ വേറൊരു വഴിയെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ പിള്ളേർ പെരുവഴിയായ അവസ്ഥയാണ്. സ്കൂള് തുറക്കും മുമ്പേ കുട്ടികൾക്ക് പരീക്ഷയാണ്. പൊളിഞ്ഞ റോഡിലൂടെ നടന്ന് എങ്ങനെ സ്കൂളിലെത്താം എന്നുള്ള പരീക്ഷ. പ്രേംശിക്കൊപ്പം അമൽ തേനമ്പറമ്പിലും TS ഹരികൃഷ്ണയും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.